പാട്ടുകാരുണ്ടെങ്കിലും ജയേട്ടൻ്റെ പോലെ പാടുന്ന ഒരു ഗായകൻ ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകത്തില്ല. ജയേട്ടൻ ഇത്രയും കാലം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ജയേട്ടൻ ഇല്ല എന്ന് പറയുമ്പോൾ അത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്കും വേദനാജനകമായിട്ടുള്ളൊരു കാര്യമാണ്. അദ്ദേഹത്തിന് ഒരു വർഷമായിട്ട് പാടാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് അറിയാം. എന്നാലും അത് തിരിച്ചു വരും. അദ്ദേഹം ഇതിനെക്കൊണ്ട് നല്ലൊരു പാട്ട് കമ്പോസ് ചെയ്ത് സന്തോഷമായിട്ട് പാടിക്കുന്നൊരു ആഗ്രഹം ബാക്കി നിൽക്കുകയാണ്. അത് ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ജയേട്ടൻ്റെ പ്രത്യേകത അറിയാൻ എല്ലാവർക്കും അറിയാം. പാവം മാത്രമൊന്നുമില്ല, എൻ്റെ ചെറുപ്പകാലം മുതൽ ഇന്ന് ഇത്രയും പ്രായം അദ്ദേഹം എനിക്ക് വേണ്ടി അവസാനം പാടിയത് 77 വയസ്സാണ്. അന്ന് പാടിയ പാട്ട് പോലും മറ്റൊരാൾക്ക് അതേപോലെ പാടാൻ പറ്റില്ല. അങ്ങനെ പാടി വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. അത്രയും കാലം സ്വരം അദ്ദേഹം സ്വരം സൂക്ഷിച്ചിട്ടില്ല, അത് ദൈവമായിട്ട് കൊടുത്തിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൻ്റെ ആ ഒരു എന്താ പറയുക, ആ യൗവനം ചെറുപ്പത്തിൽ എങ്ങനെയുണ്ടായിരുന്നു അത് കുറച്ചും കൂടി സ്വീറ്റായി വരികയാണ് ചെയ്തത്. വർഷം കഴിയും തോറും, പ്രായം കൂടുന്തോറും സ്വരത്തിൻ്റെ മധുരം കൂടിക്കൊണ്ടേയിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ മനസ്സാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ആ ഒരു യൗവനം, പാട്ടിനോടുള്ള ഇഷ്ടം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വേറെ ഒന്നുമില്ല. എത്ര വഴക്കിട്ടാലും എത്ര പിണങ്ങിയാലും ആ സമയത്ത് ഒരു പാട്ടിൻ്റെ വരി ആരെങ്കിലും ഒന്ന് അവിടെ മൂളിയാൽ മതി, പിന്നെ ആ പാട്ടിൻ്റെ പുറകിൽ പോയി പിണക്കോ എല്ലാം മറന്നു ജയേട്ടൻ. എത്ര വഴക്കിട്ടാലും ഒരൊറ്റ പാട്ട് മതി ജയേട്ടനായിട്ട് വീണ്ടും ആ സൗഹാർദ്ദം സ്ഥാപിക്കാൻ. എല്ലാവർക്കും ജയേട്ടൻ ആരോടും അങ്ങനെ ഒരു നിരന്തരമായിട്ടുള്ള ഒരു വഴക്കോ പിണക്കങ്ങളോ ഇല്ല. സൂക്ഷിക്കുന്ന ആളല്ല. മനസ്സിൽ തോന്നുന്നത് അപ്പോൾ വിളിച്ച് പറയും, അത്രയേ ഉള്ളൂ. അത് സത്യസന്ധമായിട്ടുള്ളൊരു അഭിപ്രായം ചേട്ടൻ മനസ്സിൽ തോന്നുന്നത് പറയും. അത് നല്ലതല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇന്നത്തെ കാലത്ത് കൗശലത്തിനോട് കൂടിയിട്ട് ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷനെ നോക്കിക്കാണുന്നവർക്ക് ചിലപ്പോൾ അത് ചേരായ്മ തോന്നിക്കും, അത് അത്ര വേണ്ടായിരുന്നു തോന്നും. ജയേട്ടൻ അങ്ങനെയാണ്. പക്ഷെ അതുകൊണ്ട് എന്താണ്, ജയേട്ടൻ്റെ ആ ഒരു ശുദ്ധമായിട്ടുള്ള മനസ്സിലുകൊണ്ട് തന്നെ ശുദ്ധമായ കുറേ പാട്ടുകൾ നമുക്ക് മലയാളത്തിൽ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കേൾക്കാൻ പറ്റും. അതിനി എത്ര വർഷം കഴിഞ്ഞാലും ജയേട്ടൻ നമ്മളോട് കൂടിയില്ല. അദ്ദേഹത്തിന് എല്ലാ ശാന്തിയും നേരുന്നു. ഒട്ടും കിട്ടുന്ന നഷ്ടപ്പെടാതെ അതേ കാലഘട്ടത്തിൽ മലയാളിയുടെ ആസ്വാദനത്തിൽ ഏറ്റവും വലിയ സ്വാധീനിച്ച ഗായകൻ്റെ യേശുദാസിൻ്റെ വെളിച്ചത്തിൻ്റെ പ്രതയിൽ മങ്ങിപ്പോകാതെ സ്വന്തമായിട്ടുള്ള ഇടം കണ്ടെത്താനായിട്ട് ചേട്ടന് കഴിഞ്ഞു എന്നുള്ളതാണ്. ചേട്ടൻ്റെ പാവഗായകനെന്ന് അദ്ദേഹത്തെ വിളിക്കുന്നത് തന്നെ അദ്ദേഹം ഗാനങ്ങൾക്ക് നൽകുന്ന സ്വന്തമായിട്ടുള്ളൊരു പുതിയ തലമാണ്, ഭാവമാണ്. അത് കഥയും കഥാപാത്രങ്ങളെയും ആ രംഗത്ത് അഭിനേതാവിനെയും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് പാട്ട് പാടുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രത്യേകമായ ഭാവം അദ്ദേഹത്തിന് കൊണ്ടുവരാൻ കഴിയുന്നത്. സംഗീത സംവിധായകൻ രൂപപ്പെടുത്തുന്ന ട്യൂണിനും അപ്പുറത്തേക്ക് അതിന് പുതിയ തലത്തിലേക്ക് ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ പാട്ടുകൾ നമ്മൾ ഇന്നും ആസ്വദിക്കുന്നത്, ഇനിയും ആസ്വദിച്ചുകൊണ്ടേയിരിക്കും. തീർച്ചയായിട്ടും ഈ 60 വർഷങ്ങൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ മാഞ്ഞു വരുന്നില്ല. നമ്മളെല്ലാവരും ജീവിക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ